മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മലങ്കര സഭയുടെ പള്ളികളിൽ ആഘോഷങ്ങൾ ലളിതമാക്കണമെന്ന ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ബസേലിയസ് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയുടെ ആഹ്വാനം ഏറ്റെടുത്ത് പത്തനംതിട്ട ചന്ദനപ്പിള്ളി വലിയ പള്ളി പെരുന്നാളിന്റെ ഭാഗമായി നടത്താനിരുന്ന വെടിക്കെട്ട് ഉപേക്ഷിച്ച് ആ തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാനാണ് തീരുമാനമെന്ന് ഫാദർ സുനിൽ എബ്രഹാം വ്യക്തമാക്കി. ആഗോള തീർത്ഥാടന കേന്ദ്രമായ ചന്ദനപ്പള്ളി പെരുന്നാള് വളരെ ലോകപ്രശസ്തമായ പെരുന്നാളാണ്. പരിശുദ്ധ ബാബ തിരുമനസും മറ്റ് തിരുമേനിമാരുമാണ് ഇതിനെല്ലാ വർഷവും നേതൃത്വം നൽകുകയും വേണ്ടതായ ക്രമീകരണങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നതും. ഈ വർഷം തൃശ്ശൂർ പൂരത്തോടനുബന്ധിച്ചുണ്ടായ ഈ വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ബാബ തിരുമനസ് സഭയിലെ എല്ലാ ദേവാലയങ്ങളിലും ഒരു ആഹ്വാനം നൽകി ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടാവുന്ന ആർഭാടങ്ങളൊക്കെ ഒഴിവാക്കണം. പ്രത്യേകിച്ച് വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് പരമാവധി ഒഴിവാക്കി പെരുന്നാൾ ആഘോഷിക്കണമെന്നുള്ള ഒരു ആഹ്വാനം നൽകി. അതൊരു ജീവകാരുണ്യപരമായ എന്തെങ്കിലും നല്ല പ്രവർത്തനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഭവനരഹിതർക്ക് ഭവനം നൽകണമെന്നുള്ള ഒരു ആഹ്വാനമാണ് ബാബ തിരുമനസ് കൊണ്ട് നൽകിയിരിക്കുന്നത്. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസിന്റെ ആ ആഹ്വാനത്തെ സന്തോഷത്തോടെ സ്വീകരിച്ച് കഴിഞ്ഞ ദിവസം കൂടിയ പള്ളി മാനേജിംഗ് കമ്മിറ്റി അതിനെ സ്വീകരിച്ച് അത് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ജീവകാരുണ്യപരമായ നല്ല പ്രവർത്തനങ്ങൾക്കായി ആ തുക മാറ്റിവെക്കുകയും ചെയ്യണമെന്ന തീരുമാനത്തിലാണ് ചന്ദനപ്പള്ളി ദേവാലയത്തിൽ ഉണ്ടായിരിക്കും തീരുമാനം. ഈ സഭയുടെ കീഴിലുള്ള മറ്റു പള്ളികളിൽ ഇത്തരത്തിൽ നടപ്പാക്കുന്നുണ്ടോ? അങ്ങനെ വല്ല തീരുമാനമുണ്ട്? അങ്ങനെ നിർബന്ധമായി സഭ ചെയ്യണമെന്ന് ബാബ തിരുമേനി ആവശ്യപ്പെട്ടിട്ടില്ല. കാരണം അതാത് ദേവാലയങ്ങളിലെ സമിതികളാണ് തീരുമാനിക്കേണ്ടത്. എന്നാൽ ഒരു ആഹ്വാനമാണ്, നിങ്ങൾ പരമാവധി ചെയ്യാവുന്നത് ചെയ്യണം എന്നുള്ള രീതിയിൽ. അതിനെ ചന്ദനപ്പള്ളി പള്ളിക്കാർ സന്തോഷത്തോടെ സ്വീകരിച്ചു. മറ്റ് പള്ളികളിലും അതുപോലെ ചില പള്ളികളിലൊക്കെ ആയി വരുന്നുണ്ട് എന്നാണ് ഞങ്ങളിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. തീരുമാനങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ചന്ദനപ്പള്ളി പള്ളിക്കാർ ഞങ്ങളുടെ പരിശുദ്ധ പിതാവിന്റെ ആഹ്വാനത്തെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുകയാണ്. പ്രസിദ്ധമായ പെരുന്നാളാണ് ചന്ദനപ്പള്ളി നടക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ആഘോഷത്തിന്റെ ഭാഗമാണ് ഈ വെടിക്കെട്ട്. അത് ഈ മാറ്റുന്നതിന് സഭാവിശ്വാസികൾ വല്ലതും അതിനകത്ത് എതിർപ്പ് വല്ലതും പഠിക്കും? സഭാവിശ്വാസികളെക്കാൾ അപ്പുറം വെടിക്കെട്ട് ആസ്വദിക്കുന്നതും പെരുന്നാൾ പെരുന്നാളിൽ കടന്നു വന്ന് അനുഗ്രഹം പ്രാപിക്കുന്നതും മറ്റ് മതസ്ഥരാണ്. കൂടുതൽ ആളുകളും അങ്ങനെയുള്ള ആളുകളാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു പ്രയാസം ഉണ്ടാകും. സഭാവിശ്വാസികൾക്ക് വെടിക്കെട്ട് ഒഴിവാക്കുമ്പോൾ ഉള്ളതിനേക്കാൾ ഒരു പ്രയാസം ഒരുപക്ഷെ മറ്റ് മതസ്ഥർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവരിൽ നിന്നുള്ള ചില പ്രതികരണങ്ങൾ കൂടി ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടുന്നുണ്ട്. ഇതൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ പരിശുദ്ധ പിതാവിന്റെ, പരിശുദ്ധ കാതോലിക്ക ബാബയുടെ, പരിശുദ്ധ സഭയുടെ ആഹ്വാനം അനുസരിച്ച് ചെയ്യുന്നത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ. അപകടം ഒഴിവാക്കുകയും ചെയ്യും, നല്ലൊരു പുണ്യപ്രവൃത്തി ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ തന്നെ അപകടത്തിൽ മരിച്ച ഭവനങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ അവർക്ക് ഒരു പിന്തുണയാണ് എന്നുള്ള ഒരു തോന്നൽ വരികയും ചെയ്യുമല്ലോ എന്നുള്ള രീതിയിൽ ഈ ആളുകൾ വളരെ നല്ല പ്രതികരണമാണ് ഞങ്ങളോട്. പോസിറ്റീവായിട്ട് തന്നെയാണ് കാര്യത്തിൽ പ്രതികരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന നിരാശ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ എന്നുള്ള നിലയിൽ സന്തോഷത്തോടെ അവരെ ഉൾക്കൊള്ളുന്നുണ്ട്. തീർച്ചയായും വലിയ ഒരു മാതൃകാപരമായ തീരുമാനമാണ് സഭ എടുത്തിട്ടുള്ളത്. എന്തായാലും ചന്ദനപ്പള്ളി പെരുന്നാളിന്റെ വെടിക്കെട്ടിന് നടത്തുന്നത് മാറ്റിവെച്ചുകൊണ്ട് ആ തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക എന്നുള്ള തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. ചന്ദനപ്പള്ളിയിൽ നിന്നും ശശിനാരായണൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.